ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രൈൻഡിങ് എന്താണെന്ന് പഠിച്ചു. ഗ്രൈൻഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസും നമ്മൾ കണ്ടു. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻസിൻ്റെ വർക്കിങ്ങും നമ്മൾ കണ്ടു. അപ്പോൾ ആക്ച്വലി നമ്മുടെ സിലബസിൽ ഗ്രൈൻഡിങ് മെഷീൻസിനെ പറ്റി പഠിക്കേണ്ടതായിട്ടില്ല, ഗ്രൈൻഡിങ് പ്രോസസ്സിനെ പറ്റി മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് മെഷീൻസിനെ പറ്റി നമ്മൾ പഠിക്കുന്നില്ല. പകരം ഈ മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഓരോ ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് പ്രോസസ്സുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ 10 മാർക്സിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്താണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് ഉണ്ട്, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്ങും സർഫസ് ഗ്രൈൻഡിങ്ങും. ഒരു സിലിണ്ടറിക്കൽ സർഫസിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡിങ്ങും സെൻറ്റർലെസ് ടൈപ്പ് ഗ്രൈൻഡിങ്ങും. ഇത് ഓരോന്നിനും ഓരോ ടൈപ്പ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ്, അതിപ്പോൾ ഹൊറിസോണ്ടൽ സർഫസ് ആവാം, വെർട്ടിക്കൽ സർഫസ് ആവാം. അങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിനെ ഗ്രൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പ്രോസസ്സിനാണ് സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. സർഫസ് ഗ്രൈൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രൈൻഡിങ് മെഷീൻ്റെ പേരാണ് സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ. അതുപോലെ തന്നെ ഇതാണെങ്കിൽ സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡിങ് മെഷീൻ, സെൻറ്റർലെസ് ടൈപ്പ് ഗ്രൈൻഡിങ് മെഷീൻ, അങ്ങനത്തെ മെഷീൻസ് ഉപയോഗിച്ചാണ് ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. എന്താണ് ഗ്രൈൻഡിങ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷിംഗ് പ്രോസസ്സ് എന്ന് പറയാം. അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു വർക്ക് പീസിൻ്റെ സർഫസിൻ്റെ റഫ്നെസ് റിമൂവ് ചെയ്യാനായിട്ട്, അതായത് സർഫസ് ഫിനിഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പോളിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് 10 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ഓരോന്നിന് ഓരോ ഫിഗേഴ്സും കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ ടോട്ടൽ 3 ഫിഗേഴ്സ് വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം നമുക്ക് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്ങിനെ പറ്റി നോക്കാം. സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ സർഫസിനെ പോളിഷ് ചെയ്യുന്നത്, സിലിണ്ടറിക്കൽ സർഫസിനെ സ്മൂത്ത് ആക്കാൻ ഉപയോഗിക്കുന്ന ആ പ്രോസസ്സാണ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്. അപ്പോൾ അതിൽ 2 ടൈപ്പ് ഉണ്ട്. ആദ്യം നമുക്ക് സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആ മെഷീൻ്റെ വർക്കിംഗ് ആണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ മെഷീൻ്റെ വർക്കിംഗ് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ആക്ച്വലി കാണിക്കാൻ പോകുന്ന വീഡിയോസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കണ്ടത് തന്നെയാണ്, നമ്മൾ ഒന്നും കൂടെ കാണുന്നത് തന്നെ ഉള്ളൂ. ഇതാണ് വർക്ക് പീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ പോർഷനാണ് നമുക്ക് പോളിഷ് ചെയ്തെടുക്കേണ്ടത്. ആൾറെഡി നല്ല സ്മൂത്താക്കിയാണ് വെച്ചിരിക്കുന്നത്. അതിനൊരു മിറർ പോളിഷ് കുറച്ചും കൂടെ നല്ല രീതിയിൽ സ്മൂത്താക്കി സർഫസ് ഫിനിഷ് കൂട്ടി നമുക്ക് എടുക്കണം. അപ്പോൾ ഇത് ലെയ്ത്ത് പോലെ ഒരു അറേഞ്ച്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്രൈൻഡിങ് മെഷീനാണ്, ലെയ്ത്ത് അല്ല, ഗ്രൈൻഡിങ് മെഷീനാണ്. ഇത് ലെയ്ത്തിൻ്റെ ഹെഡ് സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം വർക്ക് പീസിന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ പോർഷനാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ സപ്പോർട്ട് ചെയ്യുക, ഇലങ്ക ആയിട്ടുള്ള ഓപ്പോസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ടേസ്റ്റ് സ്റ്റോക്കിനെ പോലെ ഒരു ഡിവൈസ് ഉണ്ട്. ഇത് പക്ഷേ ലെയ്ത്ത് അല്ല, ഗ്രൈൻഡിങ് മെഷീൻ തന്നെയാണ്. ഇതാണ് ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത്. ഈ ഗ്രൈൻഡിങ് വീൽ ഉപയോഗിച്ചാണ് ഇവിടെ പോളിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഈ വർക്ക് പീസ് ഹൈ സ്പീഡ് റൊട്ടേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഈ ഗ്രൈൻഡിങ് വീലിന് റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് ഗ്രൈൻഡിങ് വീൽ ഈ വർക്ക് പീസിലോട്ട് കൊണ്ട് ചേർത്ത് കൊടുക്കും. അങ്ങനെയാണ് മെറ്റീരിയൽ റിമൂവ് ആവുന്നത്. അപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽ റിമൂവ് ആവുന്നുള്ളൂ. ആ ഹീറ്റ് റിമൂവ് ചെയ്യാനാണ് ആ കൂളൻ്റ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഇത് സെൻറ്റർ ടൈപ്പ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് ആണ്. കാരണം ഇതിന് ഒരു പർട്ടിക്കുലർ സെൻറ്റർ ഉണ്ട്, ആക്സിസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പോയിൻ്റ് എല്ലാം ഒരേ ലൈനിലാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് എന്നൊക്കെ പറയാം. അപ്പോൾ അതായത് ഈ ഒരു പ്രോസസ്സിന് ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെൻറ്റർ ബേസ് ചെയ്താണ്, അതിൻ്റെ ആക്സിസ് ബേസ് ചെയ്താണ് ഈ വർക്ക് പീസൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. അടുത്ത ഒന്നിൽ നമ്മളിങ്ങനെ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ആക്സിസ് പോലൊരു സംഭവം ഇല്ല. അപ്പം അത് സെൻറ്റർലെസ് ടൈപ്പ് ഗ്രൈൻഡിങ് എന്ന് പറയും. ഇതിൽ പക്ഷേ ഒരു സെൻറ്റർ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഈ ഒരു പോയിൻ്റ് ഈ പോയിൻറ്റും രണ്ടും കൂടെ ചേർന്ന് വരുന്ന ആ ഒരു ലൈനിനെ നമുക്ക് സെൻറ്റർ ആയിട്ടൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം, ആക്സിസ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡിങ് എന്നാണ് പറയുന്നത്. അതിന് എക്സാമിന് വരയ്ക്കേണ്ട ഫിഗർ ഇതാണ് സെൻറ്റർ ടൈപ്പ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്. അതായത് സിലിണ്ടറിക്കൽ സർഫസിനെയാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. വർക്ക് പീസും സിലിണ്ടറിക്കൽ ഷേപ്പ് തന്നെയായിരിക്കും. ഇത് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്ന പോർഷനാണ് ഇതെന്ന് പറയുന്ന വർക്ക് പീസിനെ ഇപ്പുറത്തെ സൈഡ് അതർ എൻഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്. എന്നിട്ട് വർക്ക് പീസിന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രൈൻഡിങ് വീലും വളരെ ഹൈ സ്പീഡിൽ വന്ന് ചേർന്ന് ഈ വർക്ക് പീസിലോട്ട് ടച്ച് ചെയ്താണ് അതിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആവുന്നത്. ഈ മെറ്റീരിയൽ റിമൂവ് എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോൺസ് തിക്നെസ്സിലെ മെറ്റീരിയൽ റിമൂവ് ആവുന്നുള്ളൂ. ഇതാണ് സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡിങ് മെഷീൻ, അല്ലെങ്കിൽ സെൻറ്റർ ടൈപ്പ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇത് ബേസിക്കലി സിലിണ്ടറിക്കൽ സർഫസിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പും സിലിണ്ടറിക്കൽ സർഫസിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ സെൻറ്റർ എന്ന് പറയുന്ന ആ സംഭവം ഇല്ല. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ആക്സിസ് ഒന്നുമില്ല, അല്ലാതെയാണ് അത് സിലിണ്ടറിക്കൽ സർഫസിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടത് തന്നെയാണ്. ഇവിടെ 2 വീലുണ്ട്. ഒന്നാണ് ആക്ച്വലായിട്ടുള്ള ഗ്രൈൻഡിങ് വീല്, മറ്റേത് റെഗുലേറ്റിംഗ് വീലാണ്.
അത് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗ്രൈൻഡിങ് വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വീലും കൂടെ റൊട്ടേറ്റ് ചെയ്യും. ഈ 2 വീലും കൂടെ ചേർത്താണ് ഈ സിലിണ്ടറിക്കലായിട്ടുള്ള വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ സിലിണ്ടറിക്കലായിട്ടുള്ള വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇപ്പുറത്തുള്ള റെഗുലേറ്റിംഗ് വീലും കൂടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എല്ലാം നമ്മൾ ആൾറെഡി കണ്ടതാണ്. അപ്പോൾ ഈ റെഗുലേറ്റിംഗ് വീലിനെ അഡ്ജസ്റ്റ് ചെയ്താണ് ആ ഗ്യാപ്പ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഈ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്ന പൊസിഷൻ ഫിക്സഡ് ആണ്. ഇതിനെ പക്ഷേ നമുക്ക് ചേഞ്ച് ചെയ്യാം, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് എത്ര ഡയമീറ്റർ ആണോ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് വെക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇവിടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കൂടെയുണ്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിക്കലായിട്ടുള്ള വർക്ക് പീസ് താഴോട്ട് വീണ് പോവാതിരിക്കാനായിട്ട് ഒരു സപ്പോർട്ട് താഴെ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടിലാണ് ഈ ഒരു വർക്ക് പീസ് ഇവിടെ നിൽക്കുന്നത്. കാരണം താഴെ ഒരു സപ്പോർട്ട് പോലൊരു കമ്പോണൻറ്റ് നിങ്ങൾക്ക് കാണാം. ആ വീഡിയോ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ വർക്ക് റെസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത് ആ സപ്പോർട്ടിന്. ആ സപ്പോർട്ടാണ് ഇത് താഴോട്ട് ഈ സിലിണ്ടറിക്കലായിട്ടുള്ള വർക്ക് പീസ് താഴോട്ട് വീഴാതെ അത് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഒരു സിലിണ്ടറിൻ്റെ സെൻറ്റർ ഒന്നും ബേസ് ചെയ്തല്ല ഇവിടെ ഗ്രൈൻഡിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻറ്റർലെസ് ഗ്രൈൻഡിങ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു റസ്റ്റിംഗ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചൊരു പ്രോസസ്സാണ് ഇവിടെ ഇപ്പം നടത്തിയത്. ഇതാണ് വർക്ക് റെസ്റ്റ് എന്ന് പറയുന്നത്, ആ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ സപ്പോർട്ടിൻ്റെ മുകളിലാണ് ആ സിലിണ്ടറിക്കലായിട്ടുള്ള വർക്ക് പീസ് കൊണ്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് താഴെ പോവാതെ ഇതാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് റെഗുലേറ്റിംഗ് വീല്, ഇത് റൊട്ടേറ്റ് ചെയ്യും. ഇത് ഉപയോഗിച്ചാണ് ആ വർക്ക് പീസിനെ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്താണ് ആ ഡയമീറ്ററൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് സെൻറ്റർലെസ് ടൈപ്പ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഇതും സിലിണ്ടറിക്കലായിട്ടുള്ള സർഫസിന് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ മെഷീനും അല്ലെങ്കിൽ ഈ ടൈപ്പ് ഗ്രൈൻഡിങ്ങും യൂസ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗർ എന്ന് പറയുന്നത്, സിമ്പിളായിട്ടുള്ള ഫിഗർ. ഇതാണ് ഗ്രൈൻഡിങ് വീൽ, അത് കുറച്ച് വലുതായിരിക്കും. ഇത് റെഗുലേറ്റിംഗ് വീല്, ഇത് വർക്ക് പീസ്, ആക്ച്വലായിട്ടുള്ള വർക്ക് പീസ്. ഇതിനെയാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യേണ്ടത്. ഇതെന്ന് പറയുന്ന വർക്ക് റെസ്റ്റ് എന്ന് പറയുന്ന അതായത് സപ്പോർട്ടാണ് ഈ കാണുന്ന ഈ വർക്ക് റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ വർക്ക് പീസ് ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിൽ തന്നെ ഈ വർക്ക് പീസിൻ്റെ സെൻറ്റർ വരണം എന്നൊന്നുമില്ല. ഇത് രണ്ടെണ്ണം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഗ്രൈൻഡിങ് വീലും ഈ റെഗുലേറ്റിംഗ് വീലും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലോട്ടാണ് ഈ വർക്ക് പീസിനെ കൊണ്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ വർക്ക് പീസും കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് അതിലൊരു ചെറിയൊരു പോളിഷ് പോലെ, അതായത് ഒരു ചെറിയ തിക്നെസ്സിൽ മെറ്റീരിയൽ റിമൂവ് ആവുന്ന രീതിയിൽ അതിങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിൽ ഗ്രൈൻഡിങ് വീൽ ഉപയോഗിച്ചാണ് അവിടെ ഗ്രൈൻഡിങ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് സെൻറ്റർലെസ് ടൈപ്പ് ഗ്രൈൻഡിങ്, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇത് നമുക്ക് അടുത്തത് നോക്കാം. ഇത് സർഫസ് ഗ്രൈൻഡിങ്, അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിനെ ഗ്രൈൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത്. ഈ മെഷീൻ്റെ പേരെന്ന് പറഞ്ഞാൽ സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ എന്നാണ് മെഷീൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇപ്പം ഇതാണ് വർക്ക് പീസ്. ടേബിളിൻ്റെ മുകളിലാണ് വർക്ക് പീസ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ആ ടേബിൾ റെസിപ്രോക്കേറ്റ് ചെയ്യും. ഈ ഗ്രൈൻഡിങ് വീൽ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അത് ഇങ്ങനെ ചേർന്ന് വരും, വർക്ക് പീസിൽ ചേർന്ന് വരുമ്പോഴേക്കും വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആകും. ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിന് കഷ്ടപ്പെട്ടത് ഈ ഫിഗറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഫിഗർ വരച്ച് കാണിക്കാനായിട്ട് ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗ്രൈൻഡിങ് വീൽ നമുക്ക് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതും കൂടെ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ഫോട്ടോ എന്നൊക്കെ പറയുന്നത്. ഇതാണ് അതിൻ്റെ ആ സർഫസ് ഗ്രൈൻഡിങ് വീല് ഹൈ സ്പീഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ടേബിളിൽ ഒരു വർക്ക് പീസ് കാണാം. അപ്പോൾ വർക്ക് പീസ് ഫ്ലാറ്റ് ആയ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. വരയ്ക്കേണ്ട ഫിഗർ ഇതാണ്. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ളൊരു ഫിഗർ വരയ്ക്കാനായിട്ട് ഇത് 3D ഫിഗർ, ഐസോമെട്രിക് ഫിഗറൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും എന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് പ്രോസസ്സാണുള്ളത്. ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് എന്ന് ചോദിച്ചാൽ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്, സർഫസ് ഗ്രൈൻഡിങ്, ഈ 2 ടൈപ്പാണുള്ളത്. സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്ങിൻ്റെ അകത്ത് സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡിങ്, സെൻറ്റർലെസ് ടൈപ്പ് ഗ്രൈൻഡിങ് ഉണ്ട്. അതിനെപ്പറ്റി സിമ്പിളായിട്ട് ഒരു 3-4 സെൻറ്റൻസ് എഴുതുക, ഫിഗറും വരയ്ക്കുക. ഓരോന്നിനെ പറ്റിയും ടോട്ടൽ 3 ഫിഗേഴ്സ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് എന്ന് പറയുന്ന സംഭവം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.